പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി ആണ്, വില്യം ബെന്റിക് പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. അതായത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യസമരം നയിച്ച നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന? ഓപ്ഷൻ സി ആണ്, അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3ഉം 4ഉം ആണ് ശരി. അതായത് മിറാദുൽ അക്ബർ, സംബാദ്, കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ആയിരത്തി 1821 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം? ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരിയാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി ആണ്, പാലക്കാട്. ഇ.വി. രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ഓപ്ഷൻ എ ആണ്, വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത്? ഓപ്ഷൻ എ ആണ്, വേണാട്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി ആണ്, ദിവ്യ ദേശ്മുഖ്. (2024) വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം? ഓപ്ഷൻ എ ആണ്, ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഓപ്ഷൻ എ ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ? ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി? ഓപ്ഷൻ സി ആണ് കേട്ടോ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ്? നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ആണ്. സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. സൈനിക നടപടി, ലയനക്കരാറ്, അനുരഞ്ജനം. ഓക്കെ. വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ C.S. കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്?
ഓപ്ഷൻ ബി ആണ് 2, 4. അതായത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പം അത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഓപ്ഷൻ സി ആണ് ഗഗയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ സവേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഓപ്ഷൻ എ ആണ് മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ആണ്, ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ ആണ് 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാവ്? ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ സി ആണ്, 2018. റാം സിയോഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം മല്ലാത്തത് ആര്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ഓക്കെ, സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 30. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ്, ഓക്കെ, വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. അതായത് റീഡ് തവളകൾ, കക്കയം, ചാമ്പൽ മലയണ്ണാൻ, ചിന്നാറ്, സിംഹവാലൻ കുരങ്ങ്, സൈലൻറ്റ് വാലി, വരയാട്, ഇരവികുളം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്?
ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. അത് ശരിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. അതും ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാക്കോള്. അത് ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. അതും ശരിയാണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, 2, 4 മാത്രം. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ എ ആണ്, 225 കിലോമീറ്റർ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. അതും ശരിയാണ്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 45-ാമത്തത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. അത് ശരിയാണ്. ചേരുംപടി ചേർക്കുക. 46-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ഓപ്ഷൻ എ ആണ്, PSLV C-57 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ആഗസ്റ്റ് കോംതെയാണ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ് കേട്ടോ, തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ഓപ്ഷൻ സി ആണ്, മണ്ണ് ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. 51-ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പോർച്ചുഗലാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ്, ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1, 2. അതായത് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, ബില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, നാളികേരം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ഡി ആണ്, 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ ആണ്, IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്?
ഓപ്ഷൻ ബി ആണ് സൗദി അറേബ്യ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? ഓപ്ഷൻ സി ആണ് സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം ഏതാണ്? ഓപ്ഷൻ ബി ആണ് സോഡിയം ക്ലോറൈഡ് ആണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് ഏതാണ്? ഓപ്ഷൻ എ ആണ് രാസോർജം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആറ്റങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഓപ്ഷൻ ഞാൻ പറയാം. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇവിടെ എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. അപ്പം ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അതായത് എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ ആണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 3 പേർക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി ആണ് കരൾ. അടുത്തത്, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ സി ആണ് ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി ആണ് EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കാർസാപ്പ് ആണ്. KRSAP. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? 72ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? ഓപ്ഷൻ ബി ആണ് നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി ആണ് അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, പ്ലൂറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 2, 4 ശരി. അതായത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, അത് ശരിയാണ്. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു, അതും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്
കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഓപ്ഷൻ സി ആണ്, നിലമ്പൂർ. ഏതു രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ആണ്, എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ്, ആസാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ്. അടുത്തത് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ആൻസർ മാത്രം പറഞ്ഞു പോവാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, താങ്ക് യു.